ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ഒരു പ്രത്യേക ടോപ്പിക്ക്, ഒരു ആഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോവുക. ആഗ്രഹത്തെക്കുറിച്ച്. ആഗ്രഹമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ജീവിക്കുക. വിവിധ ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുക. അപ്പം ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരിക്കൽ ഒരു ബസ് യാത്രയാണ് സംഭവം. ബസ് യാത്രയിൽ ഒരു വയോധികനായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ പിൻ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ തൊട്ടരികിലായിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുകയാണ്. അങ്ങനെ യാത്ര തുടങ്ങി. യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും, നമ്മൾ മലയാളികളൊക്കെ ആണല്ലോ, മറ്റുള്ളവരെയൊക്കെ ജസ്റ്റ് ഒരു ഇവാലുവേറ്റ് ഒക്കെ ചെയ്യും. നമ്മൾ കൊള്ളാം, അടുത്തിരിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ നമ്മളൊരു നോട്ടൊക്കെ നോക്കും. പിന്നെ പതിയെ നമ്മൾ ഒരു ചിരിയൊക്കെ പാസ്സാക്കും. എന്നിട്ട് അയാൾ പതിയെ സംസാരിക്കാൻ തുടങ്ങി ഈ മനുഷ്യനോട്. അപ്പം അവരിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ ഒരു ചെറിയ ഫോൺ ഉണ്ടായിരുന്നു, ഒരു കൊച്ചു ഫോൺ. അയാളത് കയ്യിലെടുത്തു, ഫോൺ എടുത്തിട്ട് ഇദ്ദേഹം ആരെയോ വിളിച്ചപ്പോഴത്തേക്കും ഈ കൂടത്തിയിരുന്ന ആൾ ഈ വയസ്സന് എന്നാണ് പറയുന്നതെന്ന് കേട്ടു. അപ്പോൾ കേട്ടപ്പോഴത്തേക്കും അയാൾക്ക് മനസ്സിലായി എവിടെയാണ് അയാൾ ഇറങ്ങേണ്ടത് എന്നുള്ള സ്ഥലത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുക. അപ്പം ആ സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് അയാൾക്ക് കിട്ടി. എന്നിട്ട് ഈ വയസ്സനായ മനുഷ്യൻ ആ വ്യക്തിയോട് പറയുക, ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങാൻ വേണ്ടി പോവാ, അതുകൊണ്ട് ഈ ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം. ഞാൻ ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോഴത്തേക്ക് എന്നെ ഒന്ന് വിളിക്കണം. എന്നിട്ട് ഇയാൾ കൂർക്കം വലിച്ചിട്ട് ഒറ്റ ഉറക്കം, കണ്ണാടിയൊക്കെ വെച്ച് ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് അപ്പച്ചൻ നല്ല ഉറക്കത്തിലാണ്. അപ്പം കൂടത്തിരിക്കുന്ന ആൾ, വീണ്ടും നമ്മൾ മലയാളികളാണല്ലോ, നമ്മൾ കൂളിംഗ് ഗ്ലാസ്സിലേക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഈ കൂടത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലായി ഇയാൾ ഒരു അന്ധനായിട്ടുള്ള മനുഷ്യനാണെന്ന് മനസ്സിലായി. ഇത്രയും മനസ്സിലായി. വീണ്ടും യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തോ ഒരു ഇരുമ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇത് പിടിച്ചുകൊണ്ട് അയാൾ കിടന്നുറങ്ങുന്നത്. പെട്ടെന്ന് യാത്ര ഇങ്ങനെ പോകുന്നു. പെട്ടെന്ന് തന്നെ ഇയാളുടെ കയ്യിൽ നിന്ന് ഈ സംഭവം താഴോട്ട് പോവുക, ഇരുമ്പ് താഴോട്ട് പോയി. അപ്പോൾ ഇയാൾ വളരെ അസ്വസ്ഥനായി. അപ്പം കണ്ണ് കാണാൻ മേലാത്ത ആളാണല്ലോ, തപ്പുക എല്ലായിടത്തൂടെയും, എങ്ങനെ എവിടെന്നെങ്കിലും നിന്ന് എടുക്കണത്. അപ്പോൾ കൂടത്തിൽ നിന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സഹയാത്രികനായിട്ടുള്ളൊരു വ്യക്തി താഴെ പോയ അത് എടുത്ത് ഇയാളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത് കിട്ടിയപ്പോഴത്തേക്ക് ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ കൂടത്തിരുന്ന ആൾ പിന്നീട് മനസ്സിലാക്കുക, ഈ കൈ പിടിച്ചിരിക്കുന്ന ഇരുമ്പെന്ന് പറഞ്ഞാൽ അയാളുടെ സ്റ്റിക്ക. ഇയാൾക്കൊരു ബലമുള്ള ഒരു സാധനമാണല്ലോ. ഇയാളിത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇയാൾക്കൊരു ബലമുള്ളൂ. അപ്പം ഇദ്ദേഹം ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നതാണ് സ്റ്റിക്ക്. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ അതൊക്കെ പിടിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുക. പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബലം നഷ്ടപ്പെട്ടു പോകുമ്പോൾ കർത്താവിനെ കൂടെ പിടിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? ബലം നഷ്ടപ്പെട്ടു പോകുമ്പോൾ കർത്താവിനെ കൂടുതൽ പിടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്. ഇയാൾ വളരെ തിടുക്കത്തിലാണ് സംഭവം താഴെ പോയപ്പോഴത്തെ പെട്ടെന്ന് തന്നെയാണ് അയാളത് വീണ്ടെടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ വീണ്ടെടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഇതൊരു ചോദ്യം. വീണ്ടെടുക്കാനായിട്ട് ഈശോയെ നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങൾ പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കർത്താവിനെ നമുക്ക് കൂടത്തിൽ നിർത്താൻ പറ്റുന്നില്ല, വീണ്ടെടുക്കാൻ പറ്റുന്നില്ല. ഈ കൂടത്തിൽ നിർത്തണമെങ്കിലും വീണ്ടെടുക്കണമെങ്കിലും നമുക്ക് എന്നാ ഉണ്ടായിരിക്കണം? പറ, വാ തുറന്നൊക്കെ പറ. നമുക്ക് എന്നാ ഉണ്ടായിരിക്കണം? വിശ്വാസം. നല്ല ഉത്തരം. വേറെ ഉള്ളവരെല്ലാം മനുഷ്യരല്ലേ? പറഞ്ഞേ. നിങ്ങൾ എൻ്റെ കൂടെ പാവകളാണോ? എൻ്റെ മുന്നിൽ ഇരിക്കുന്നവരെല്ലാം മനുഷ്യരല്ലേ? സംസാരിച്ചേ. എന്താ വേണം നമുക്ക് കർത്താവിനെ കൂടത്തിൽ നിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെടണമെങ്കിൽ നമുക്ക് എന്നാ വേണം? സ്നേഹം. ഓക്കെ, പോട്ടെ, കുറച്ചുകൂടെ മുന്നോട്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന്. അതെങ്കിലും ഒന്ന് പറ. ആഗ്രഹം വേണം, അല്ലേ? ആഗ്രഹം വേണം. ആഗ്രഹം ഇല്ലാണ്ട് നമുക്ക് നന്നാകാൻ പറ്റുമോ? ഇല്ല.
ഈ ആഗ്രഹം വേണം. പക്ഷെ പലപ്പോഴും ആഗ്രഹങ്ങൾ നമുക്ക് പലപ്പോഴും ദുരാഗ്രഹങ്ങളായിട്ട് മാറാറുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷേ നമുക്ക് വേണ്ട അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഗ്രഹം വേണം. ഒരാഗ്രഹം വേണം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ബലം നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് ഇത് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ തോന്നുന്ന കുറേ സമയങ്ങളുണ്ട്. നമ്മൾ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു കുമ്പസാരമൊക്കെ കഴിഞ്ഞ് വീണ്ടെടുത്ത് കഴിയുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118 അധ്യായത്തിൻ്റെ 14 തിരുവചനം എന്താണത്? ഇങ്ങനെ ഓർമ്മിപ്പിക്കും, കർത്താവ് എൻ്റെ ബലവും ഗാനവുമാണ്, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകിയത്. അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകിയത്. കർത്താവിൻ്റെ ബലവും ഗാനവുമാണ്, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകിയത്. പ്രിയമുള്ളവരെ, കർത്താവ് ബലവും ഗാനവുമാകുമ്പോൾ രക്ഷ അവൻ എനിക്ക് തരും, രക്ഷ എനിക്ക് തരും. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരാണെങ്കിൽ നിങ്ങൾ ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118:14, കർത്താവ് എൻ്റെ ബലവും ഗാനവുമാണ്, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകിയത്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ കർത്താവ് എനിക്ക് രക്ഷ നൽകുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ഈ രക്ഷയെ തട്ടി മാറ്റുന്നുണ്ട്. ഈ ആഗ്രഹങ്ങൾ നമ്മുടെ രക്ഷയെ തട്ടി മാറ്റുന്നു. ഞങ്ങൾ ഫിലോസഫി ഒക്കെ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഫിലോസഫി പഠിക്കുന്ന എൻ്റെ സമയത്ത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സബ്ജക്റ്റ് ബുദ്ധിസമാണ്. ബുദ്ധിസത്തിൽ ഈ ബുദ്ധ എങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ആഗ്രഹമരുത്. ആഗ്രഹമാണ് സകല ദുഃഖത്തിനും കാരണം. ആഗ്രഹമാണ് സകല ദുഃഖത്തിനും കാരണം, അല്ലേ? അല്ലേ? അതുകൊണ്ട് ആഗ്രഹങ്ങൾ അരുത് എന്ന് ബുദ്ധ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആഗ്രഹം അതിലൊരു തെറ്റാണോ? ചോദിക്കട്ടെ, പറ. ആഗ്രഹം അതിലൊരു തെറ്റാണോ? ആഗ്രഹത്തിലൊരു തെറ്റല്ല, തെറ്റൊന്നുമല്ല ആഗ്രഹങ്ങൾ ഒരിക്കലും ഒരു തെറ്റല്ല. എപ്പോഴാണ് തെറ്റായി മാറുന്നത്? എപ്പോഴാണ് തെറ്റായിട്ട് മാറുന്നത്? അത്യാഗ്രഹം ഉള്ളപ്പോൾ അല്ലേ? അത്യാഗ്രഹം ഉള്ളപ്പോഴാണ് തെറ്റായിട്ട് തീരും. ആഗ്രഹങ്ങൾ അതിൽ തന്നെ തെറ്റൊന്നുമല്ല. പക്ഷേ അത് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനെതിരായിട്ടൊരു അത്യാഗ്രഹമായിട്ട് തീരുമ്പോൾ അതെന്നാവും? തെറ്റാവും. അതൊരു തിന്മയായിട്ട് തീരും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ കൊച്ചുകുട്ടികളോടൊക്കെ, എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഈ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കന്യാസ്ത്രീമാർക്കും അച്ഛന്മാർക്കും ഒരു സൂക്കേടുണ്ട്. ഇടയ്ക്ക് വേദാട ക്ലാസ്സിലേക്ക് വരും. വേദാട ക്ലാസ്സിലേക്ക് വന്നിട്ട് എന്നെ ചോദിക്കും, മക്കളെ എന്നെ കൊണ്ട് വിശേഷം സുഖമാണോ എന്നൊക്കെ ചോദിക്കും ആദ്യം. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ആരാകാൻ ആഗ്രഹമുണ്ട്? അപ്പോൾ കുറേ മിടുക്കന്മാർ പറയും, എനിക്ക് എഞ്ചിനീയറാകാൻ താല്പര്യമുണ്ട്, ഡോക്ടറാകാൻ താല്പര്യമുണ്ട്, അല്ലേ, പിന്നെ വിമാനം പറത്താൻ താല്പര്യമുണ്ട്. ഇങ്ങനെ ഇഷ്ടംപോലെ വലിയ വലിയ കാര്യങ്ങൾ, ഇപ്പം അതിലും കൂടുതൽ വലിയ വലിയ കാര്യങ്ങളായിരിക്കും പറയുക. ഇപ്പം ഒരു 3ാം ക്ലാസ് കാലഘട്ടമോ അല്ലെങ്കിൽ 4ാം ക്ലാസ് ഒരു വേദപാഠം അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്പം മടിയുള്ള ഒരാളായിരുന്നു. അപ്പം നമ്മൾ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അച്ഛനാകാനായിട്ട് താല്പര്യമുണ്ട്. അപ്പം എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പായത് തന്നെ. ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ആഗ്രഹമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് കളിക്കാൻ വേണ്ടി പോയി. അപ്പം ഇങ്ങനെ ഈ ഊർന്നു പോകുന്നൊരു സാധനമുണ്ട്, കളിക്കുന്നൊരു സാധനം, ഈ സ്ലൈഡ് പോലത്തെ ഒരു സാധനം. അപ്പം എല്ലാവരും അതേക്കൂടെ ഇങ്ങനെ ഊർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ സ്ലൈഡിൽ ഇങ്ങനെ ഊർന്നു പോകുന്നു. അപ്പം ഒരുത്തൻ ഇങ്ങനെ പോയിട്ട് അവിടെ സ്റ്റക്കായി. ഞാൻ എന്നെ ചെയ്തു, ഞാൻ പുറകെ പോരുന്നു, ഒറ്റ ചവിട്ട് കൊടുത്തു അവനുണ്ട്. അവൻ താഴോട്ട് പോകുന്നു. അപ്പോഴവൻ എന്നോട് പറഞ്ഞു, നീ അവിടെ വെച്ച് പറഞ്ഞ് അച്ഛനാകാൻ ഈ സ്വഭാവം വെച്ച് അടിപൊളിയാ. അപ്പം ചില ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനെയും നമ്മളെ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഒരു 3ാം ക്ലാസ് കാലഘട്ടത്തിന് ശേഷം വീണ്ടും കുട്ടികളോട് കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾ ചോദിച്ചേ, ഈ ആഗ്രഹത്തെക്കുറിച്ച് ഒന്ന് ചോദിച്ചേ. ആഗ്രഹത്തിന് വ്യത്യാസം ഉണ്ടാവും, ഇല്ലേ? ഇവിടെ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ചാച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കി നിങ്ങളുടെ മക്കളോട്, ആഗ്രഹത്തിന് മാറ്റമില്ലേ? നിങ്ങൾ മാതാപിതാക്കളല്ലേ, പിള്ളേർക്ക് അതേ ആഗ്രഹം തന്നെയാണോ അവർ കൊണ്ടു നടക്കുക? അല്ല, അതിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. പ്രിയമുള്ളവരെ, ഈശോയിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും നിങ്ങൾ ഒന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക്, ഈശോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോയുടെ മുൻപിലും പിൻപിലും ഉണ്ടായിരുന്നവരെ വെച്ചൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഈശോയെ ഒന്ന് വ്യത്യസ്തനായിട്ട് നിർത്തുന്നത് ഈ ആഗ്രഹത്തിൻ്റെ കാര്യത്തിലാണ്.
ഈ ആഗ്രഹത്തിൻ്റെ കാര്യത്തിലാണ് ഈശോയെ ഒന്ന് വ്യത്യസ്തനായിട്ട് നിർത്തുക. ഈശോ എന്താ ആഗ്രഹിച്ചേ? ഒരു വലിയ രാജ്യം ഉണ്ടാക്കണം, അല്ലേ? എന്നിട്ട് 12 പേരെയൊക്കെ നിർത്തണം. അവരെ 12 മന്ത്രിമാരായിട്ട് നിർത്തിയിട്ട് ഓരോ പ്രവിശ്യകൾ അവർക്ക് വീതിച്ചു കൊടുക്കണം. എന്നിട്ട് അവരെ അവിടെ അങ്ങനെ ഭരിപ്പിക്കണം. ഈശോ അങ്ങനെ വലിയ രാജാവായിട്ട് നിൽക്കണം. ഇങ്ങനെയാണോ ഈശോ ആഗ്രഹിച്ചത്? അങ്ങനെയാണോ ഈശോ ആഗ്രഹിച്ചത്? അല്ല, ഇങ്ങനെയല്ല ഈശോ ആഗ്രഹിച്ചത്. ഇങ്ങനെയല്ല. അൾട്ടിമേറ്റ് ആയിട്ട് ഈശോ ഇങ്ങനെയല്ല ആഗ്രഹിച്ചത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 606 നമ്മളിങ്ങനെ കാണും, തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാതെ തന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, ദൈവമേ, ഇതാ ഞാൻ നിന്റെ ഹിതം നിറവേറ്റാൻ വന്നിരിക്കുന്നു. ദൈവമേ, ഇതാ ഞാൻ നിന്റെ ഹിതം നിറവേറ്റാൻ വന്നിരിക്കുന്നു. അല്ലേ? തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാതെ തന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്, ദൈവമേ, ഇതാ ഞാൻ നിന്റെ ഹിതം നിർവർത്തിക്കാൻ വന്നിരിക്കുന്നു. വീണ്ടും പറയും, ആ ഹിതത്താൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ എന്നേക്കുമായിട്ടുള്ള അർപ്പണം വഴി നിത്യകാലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു അർപ്പണം വഴി നാം എന്ത് ചെയ്യും? നാം വിശുദ്ധീകരിക്കപ്പെട്ടു. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 34 പെട്ടെന്ന് എഴുതേ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 34 ഇങ്ങനെയായിരിക്കും അല്ലേ? അവിടെ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 34 എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. ഇനി നിങ്ങൾക്ക് വീണ്ടും സംശയം ഉണ്ടെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 38 എന്നെടുത്തേ. 6:38 യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 38. 6:38 എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, പിന്നെയോ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്. ഇനി വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മത്തായി സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം, അമ്മയും സഹോദരൻ കാണാൻ വരുന്ന ആരാണ് എൻ്റെ അമ്മയും സഹോദരനെന്ന് ഈശോ പറയുന്നുണ്ട്. മത്തായി സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഓക്കെ, വീണ്ടും ക്ലിയർ ആയി. ഇനി ലേഖന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇത് തന്നെ കാണുന്നുണ്ട്. ലേഖന ഭാഗത്ത് ഹെബ്രായ ലേഖനത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് എടുത്ത്. 10:7 നമ്മൾ ആദ്യം വായിച്ചു കേട്ടത് തന്നെയാണ്. ദൈവമേ, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുക. 10:7 അത് തന്നെയാണ്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈശോയുടെ ജീവിത കാലഘട്ടത്തിൽ ഈശോയ്ക്ക് ആഗ്രഹങ്ങളൊക്കെ ഇല്ലായിരുന്നോ? ആഗ്രഹങ്ങളില്ലായിരുന്നോ ഈശോയ്ക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നേ. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം നിങ്ങളൊന്ന് എഴുതേ. 4-ാമത്തെ അധ്യായം എന്താ? മരുഭൂമിയിലെ പരീക്ഷ, അല്ലേ? 4-ാമത്തെ അധ്യായം മരുഭൂമിയിലെ പരീക്ഷ, അല്ലേ? അതന്നെയല്ലേ? അതെ. അപ്പം 4-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യം ഈശോയ്ക്ക് കൊടുക്കുന്ന പരീക്ഷണം എന്താ? കല്ലുകളെ അപ്പമാക്കാനായിട്ട് പിശാച് ആരോട് പറയുക? ഈശോയോട് പറയുക. പ്രിയമുള്ളവരെ, മനുഷ്യപുത്രനാണ്, അല്ലേ? ദൈവപുത്രൻ ദൈവവുമാണ്, അതുപോലെ തന്നെ മനുഷ്യനുമാണ്. അപ്പം ദൈവപുത്രനായിട്ടുള്ള മിശിഹായോട് പറയുക, കല്ലുകളെ അപ്പമാക്കാൻ. മരുഭൂമിയിൽ നല്ല തണുപ്പൊക്കെ ആണല്ലോ, ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണല്ലോ മരുഭൂമി, അല്ലേ? അപ്പം വിശപ്പൊന്നും കാണത്തില്ലല്ലോ, ആഗ്രഹമൊന്നും കാണത്തില്ല. അപ്പോൾ ഒന്നും വേണമെന്ന് ഈശോയ്ക്ക് വലിയ ആഗ്രഹമൊന്നും കാണത്തില്ല. പ്രിയമുള്ളവരെ, ഈശോയ്ക്ക് ആഗ്രഹം ഉണ്ടായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹമുണ്ട്. പക്ഷേ ഈശോ എന്നാ ചെയ്യുന്നുണ്ട്? ഈ ആഗ്രഹം എൻ്റെ പിതാവിൻ്റെ ആഗ്രഹത്തോട് ചേർന്ന് പോകുന്നതാണോ നോക്കുന്നുണ്ട്. ആദ്യത്തെ കാര്യം ചോദിച്ചു, ആ ആഗ്രഹം എൻ്റെ പിതാവിൻ്റെ ആഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല. പിശാചിനോട് എന്നാ പറയും? പ്രൊജക്റ്റ് പൊക്കോ, തട്ടിവിടും, നീ ഇവിടെ നിന്ന് വിട്ടോ. വീണ്ടും പിശാച് അടുത്ത ആഗ്രഹമായിട്ട് തന്നെ ചെല്ലുന്നേ,
ഉയർന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും അല്ലേ? എന്നിട്ട് എന്നാ പറയും? ആ, നീ ചെറിയൊരു സാഹസം കാട്ടിക്കേ, താഴോട്ടൊന്ന് ചാടി നോക്കിക്കേ, എങ്ങനെ ഇരിക്കുമെന്നറിയാം, എങ്ങനെ ഇരിക്കുമെന്നറിയാം. അവൻ്റെ ബലത്തെ ഒന്ന് പരീക്ഷിക്കുക, ബലത്തെ അല്ലേ? പിശാച് ചിലപ്പോഴൊക്കെ അങ്ങനെയല്ലേ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് നമ്മളോട് പറയാ, ഒരെണ്ണം നീ അവൾക്കിട്ട് കൊടുത്തു നോക്കി, ഒരെണ്ണം കൊടുക്കടാ, കൊടുക്ക്, അല്ലെങ്കിൽ രണ്ടെണ്ണം പറഞ്ഞ് കെട്ടിയവനോട് അല്ലേ? ബലം ബലം പ്രയോഗിക്കുക, ബലം, എൻ്റെ ബലം എത്ര ഉണ്ടെന്ന് പിശാച് നമ്മളോട് ചോദിക്കുക. അപ്പം ഈശോ വീണ്ടും എന്നാ ചെയ്യും? ഈശോ വീണ്ടും ആഗ്രഹം ചോദിക്കും. ഈ പിതാവിൻ്റെ ഹിതം എന്താ? പിതാവിൻ്റെ ഹിതം ഇതല്ല, ഇതല്ല. പിതാവ് ഇത് ആഗ്രഹിക്കുന്നില്ല, മേളിലും താഴോട്ടും പിതാവ് ആഗ്രഹിക്കുന്നില്ല. അപ്പം പറയും അതും വേണ്ട, പൊക്കോളാൻ പറയും. ഇനി അടുത്ത ആഗ്രഹം എന്താ? വീണ്ടും ഒരിടത്തേക്ക് കൊണ്ടുപോയിട്ട് പറയും, ഈ കാണുന്ന മുഴുവൻ നിനക്ക് കിട്ടും, നീ എന്ത് ചെയ്താ? ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്നെ ചെയ്യണം? പ്രണമിക്കണം, എന്നെ ആരാധിക്കണം. ഈശോ വീണ്ടും എന്നാ ചെയ്യും? ഈശോ വീണ്ടും ആ പിതാവിൻ്റെ ആഗ്രഹത്തിലേക്ക് പോകും. പിതാവിൻ്റെ ആഗ്രഹവുമായിട്ട് പറയും, ദൈവത്തിൻ്റെ അല്ലാതെ മറ്റാരെ ആരാധിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം പറഞ്ഞ് അവനെ അങ്ങോട്ട് തട്ടിവിടും. പ്രിയമുള്ളവരെ, ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പല കാര്യത്തിനും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹം എന്ത് ചെയ്തു? പിതാവിൻ്റെ ആഗ്രഹത്തോട് ചേർന്ന് പോകുന്നതാണോ എന്ന് ഈശോ എന്നെ ചെയ്തു? കമ്പയർ ചെയ്തു, താരതമ്യപ്പെടുത്തി. ഈശോ പിതാവിൻ്റെ ഹിതത്തോടൊന്ന് തൻ്റെ ഹിതത്തെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി, അല്ല അല്ല അല്ല. അപ്പം നമ്മൾ എന്നാ ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ ഒന്ന് പരിശോധിക്കണം. എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ഈശോയുടെ ആഗ്രഹത്തോട് ചേർന്ന് പോകുന്നതാണോ ആണോ? പലപ്പോഴും അത് യെസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പലപ്പോഴും അത് അങ്ങനെയല്ല. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു ദുരാഗ്രഹത്തിലേക്കും അത്യാഗ്രഹത്തിലേക്കൊക്കെ പലപ്പോഴും കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്തെ വസ്തുത. അതുകൊണ്ട് ഓർക്കണം, ജീവിതത്തിലെ പരീക്ഷണങ്ങളെ തിരിച്ചറിയാനുള്ള ഹൃദയമന്ത്രണവും അവയെ തോൽപ്പിക്കാനും കീഴ്പ്പെടുത്താനുമുള്ള നല്ലൊരു ആയുധവുമാണ് ദൈവഹിതം. അതുകൊണ്ട് ദൈവഹിതം എപ്പോഴും ആരായണം. ദൈവം എന്നാണ് ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ജീവിതത്തിലെ പരീക്ഷണങ്ങളെയൊക്കെ തോൽപ്പിക്കാനായിട്ട് ഒരു ഹൃദയമന്ത്രണമായിട്ട് ഈ ദൈവഹിതത്തെ നമ്മൾ കൊണ്ടു നടക്കണം നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ഒറ്റ കാര്യം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ഈശോയുടെ ആഗ്രഹവും എൻ്റെ ആഗ്രഹവും ഒത്തുപോകുന്നുണ്ടോ? എൻ്റെ ഈശോയുടെ ആഗ്രഹവും എൻ്റെ ആഗ്രഹവും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ എന്ന് എപ്പോഴും നമ്മളൊന്ന് കമ്പയർ ചെയ്യണം, ഒന്ന് പരിശോധിക്കണം. ഇനി ഒരു ചെറിയ കഥ പറയാം. സിസേറിയസ് എന്ന് പറയുന്ന ഒരു സന്യാസിയുടെ കഥയാണ്. ഇപ്പം ഈ കഥയ്ക്കകത്ത് അൽഫോൺസ് ലിഗോരി കുറിക്കുന്ന കഥയാണ് ഈ സിസേറിയസ് എന്ന് പറയുന്ന ഒരു സന്യാസിയെക്കുറിച്ച്. ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നവർക്കൊക്കെ ഭയങ്കര രോഗസൗഖ്യം. ആ വസ്ത്രത്തിൻ്റെ അതിൽ കൂടെ ഒന്ന് പോയാൽ മതി, അപ്പം രോഗസൗഖ്യം. അപ്പോൾ ഈ ആശ്രമം ഒരാശ്രമമായിട്ടുണ്ടെങ്കിൽ, ഒരു സന്യാസ ഭവനമാണെങ്കിൽ അതിനൊരു സുപ്പീരിയർ കാണും, അല്ലെങ്കിൽ ഒരു ആശ്രമ അധിപൻ കാണും. അപ്പം സുപ്പീരിയറിനൊരു സംശയം, ഇപ്പം ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ അത്രയും വലിയ കാര്യങ്ങളൊന്നും ഇയാൾ ചെയ്യുന്നില്ല. ഇപ്പം ഇയാളോടൊന്ന് പോയി ചോദിക്കണം, സന്യാസിയോടൊന്ന് പോയി ചോദിക്കണം, എന്താ ഈ അത്ഭുതത്തിൻ്റെയൊക്കെ ട്രിക്ക് എന്താണെന്ന് പോയി ചോദിക്കണം. അപ്പം അദ്ദേഹം പോയിട്ട് ഈ സിസേറിയസിനോട് ചോദിക്കുക, താങ്കളുടെ അടുത്ത് വരുന്നവർക്കെല്ലാവർക്കും വലിയ രോഗസൗഖ്യമുണ്ട്, വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എന്താ ഇതിൻ്റെ കാരണം എന്താ? അപ്പം സിസേറിയസ് പറയും, എൻ്റെ പൊന്ന് സുപ്പീരിയർ, ഇത് എന്നെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതെന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ അറിയത്തില്ല. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. ഇതിനെക്കുറിച്ച് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഈ ആശ്രമത്തിലെ സുപ്പീരിയർ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് വീണ്ടും ചോദിക്കുക, താങ്കൾ വലിയ ഭക്താനുഷ്ഠാനങ്ങളൊന്നും നടത്തുന്നില്ല ഇവിടെ, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥനകൾ നടത്തുന്നുണ്ടോ? അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. സിസേറിയസ് അദ്ദേഹത്തോട് മറുപടി പറയും, ദൈവം എന്താണോ ഇച്ഛിക്കുന്നത് അത് മാത്രമേ ഞാൻ ഇച്ഛിക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാര്യവും ചെയ്യാറില്ല. പിന്നെ ദൈവം എൻ്റെ സമൃദ്ധി എനിക്ക് എൻ്റെ ജീവിതത്തിൽ തരുമ്പോൾ ഞാൻ അതിൽ വലിയ ഇങ്ങനെ പൊങ്ങച്ചം കാണിച്ച് 10 പേരോട് പറഞ്ഞു നടക്കാറില്ല, അതുമില്ല. ഇനി ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ അധികം ദുഃഖിക്കാറുമില്ല.
അധികം ദുഃഖിക്കാറുമില്ല. അപ്പം രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ വലിയ സമൃദ്ധി ദൈവം തരുന്നുണ്ട്. എനിക്ക് രോഗശാന്തി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവർത്തികൾ എൻ്റെ ജീവിതത്തിലൂടെ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്ന പോലെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ആ സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ ഞാനിങ്ങനെ ഉയരാറില്ല. ഞാനിങ്ങനെ വലിയ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർക്കാറില്ല. രണ്ട്, എനിക്ക് പ്രതികൂല സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഞാൻ വീണ് പോകാറുണ്ട്. എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. എനിക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രിയമുള്ളവരെ, ആ സമയത്തൊന്നും ഞാൻ ദുഃഖിക്കാറുമില്ല. പക്ഷേ ഞാൻ ഒറ്റ കാര്യം ആഗ്രഹിക്കും, ദൈവത്തിൻ്റെ ഹിതം എന്താണോ അതിനെന്നിൽ നിറവേറ്റപ്പെടണം. അത്രയും പറഞ്ഞിട്ടും സുപ്പീറച്ചൻ അങ്ങ് ദഹിച്ചില്ല. അപ്പോൾ സുപ്പീറച്ചൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, കഴിഞ്ഞ ദിവസേ നമ്മുടെ ആശ്രമത്തിൽ കുറച്ച് പേര് കയറിയായിരുന്നു. കുറച്ച് അക്രമികൾ നമ്മുടെ ആശ്രമത്തിൽ ആക്രമിച്ചായിരുന്നു. ആക്രമിച്ചപ്പോഴത്തേക്ക് എന്നാ ചെയ്തു, ഇവർ കലവറ ആദ്യം കൊള്ളയടിച്ചു. നമ്മുടെ കലവറ അവർ കൊള്ളയടിച്ചു. ഒന്നുമില്ല അതിൻ്റെ അകത്ത്. പിന്നെ പത്തായപ്പുരയ്ക്ക് അവന്മാരാണെങ്കിൽ നല്ല വിളഞ്ഞ വിത്തുകളായതുകൊണ്ട് അവന്മാർ കൊണ്ട് തീ വിട്ടു. പിന്നെ വേറൊരു കാര്യം കൂടെ അവന്മാർ ചെയ്തു. കാലികളാകെ ആ കാലിത്തൊഴുത്തിൽ കുറച്ച് കാലികളുണ്ടായിരുന്നു. ഇതിൻ്റെ അന്നൊക്കെ ആയിരുന്നു പാലെടുത്തുകൊണ്ടിരുന്നത്. ആ മഹാദ്രോഹികൾ അതിനെയും അടിച്ചുകൊണ്ട് പോയി, കാലികളെയും കൊണ്ടുപോയി. അപ്പം താങ്കൾക്ക് ഇതിനെക്കുറിച്ച് ഒരു രോക്ഷാകുലനാകാനോ അല്ലെങ്കിൽ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് പ്രതികരിക്കാനില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സിസേറിയസ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ഇല്ല പിതാവേ എന്ന് പറയും. ഇല്ല പിതാവേ, പകരം ഞാനിത് ദൈവത്തിന് നന്ദി പറയുക. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ശീല എൻ്റെ ജീവിതത്തിൽ ഞാൻ പുലർത്തിയത്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിനും നമ്മുടെ ഉപരി നന്മയ്ക്കും വേണ്ടിയിട്ട് അവിടെ നിന്ന് പരിണമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വത്തിനും നമ്മുടെ ഉപരി നന്മയ്ക്കും വേണ്ടിയിട്ട്. പിന്നെ എല്ലാം സംഭവിക്കുന്നത് അവിടുന്ന് അനുവദിച്ചിട്ട് മാത്രം എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത്. അയാൾ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വളരെ സമാധാനത്തിൽ എപ്പോഴും കഴിയുന്നു. എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ ഹിതമായിട്ട് കരുതുന്നു. ഞാൻ സമാധാനത്തോടു കൂടി ആയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അതൊരു പാഠമാണ്. ഇതൊരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ ഒരു പ്ലാവോ, നല്ല ചക്ക കായ്ക്കുന്ന ഒരു പ്ലാവ് അല്ലേ, ഇപ്പം നമ്മൾ എല്ലാ പ്രാവശ്യവും ചക്കയൊക്കെ എടുക്കുന്നൊരു പ്ലാവ് ചിലപ്പോൾ പണ്ടാരടങ്ങാനായിട്ട് ഏതെങ്കിലും ഒരു ഇടിയും മഴയും വരുന്ന സമയത്തായിരിക്കും ഇത് ഇടിവെട്ടി പോവുക. അപ്പോൾ നമ്മൾ എന്നാ പറയും, ദൈവമേ എന്നെ ചതിച്ചു. മര്യാദയ്ക്ക് ചക്ക കെട്ടിക്കൊണ്ടിരുന്ന 2-3 പ്ലാവ അത് ഇടിവെട്ടിപ്പോയി അല്ലേ. അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് പോവുക അല്ലേ, എല്ലാം നമ്മൾ നല്ല സൂപ്പറായിട്ട് കൊണ്ടുപോവുക. അപ്പം പണിക്കാർ ചെറിയ പണിമുടക്കുകൾ പണിക്കാർ നടത്തും. അപ്പം നമ്മൾ എന്നാ പറയും, ദൈവമേ. അപ്പം നമ്മളത് ദൈവത്തിൻ്റെ ഹിതമായിട്ട് നമ്മൾ പലപ്പോഴും സ്വീകരിക്കാറില്ല. അപ്പം ഒരു വഴി അടയുമ്പോൾ ഒരു 2-3 വഴികൾ തുറക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാറില്ല. നമ്മളെന്നാ പറയും, പോയി തീർന്നു ഇനിയൊന്നും ചെയ്യാനില്ല. നിരാശ. വീട്ടിലാണെങ്കിലും നോക്കിയേ, ചേച്ചി 2 കലിപ്പീരി കലിപ്പിക്കും അല്ലേ. അപ്പം ചേട്ടൻ എന്നാ ചെയ്യും, ഒരു 3 തിരിച്ചങ്ങോട്ട് പറയും. അപ്പം ചേട്ടൻ വിട്ടു കൊടുക്കുമോ? അങ്ങനെ ഞാൻ അവളുടെ വണ്ടി നോക്കത്തില്ല. അപ്പോൾ ചേച്ചിയും ചേട്ടനും 2 തിരിച്ചു പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തന്നെ. അപ്പം മക്കൾ എന്നാ ചെയ്യും, മിണ്ടാണ്ടിരിക്കും, അവർ ഇവിടെ നിന്ന് തുടങ്ങും. അപ്പം ഇങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ത്രികോണ മത്സരം അല്ലേ, ഒരു ത്രികോണ മത്സരത്തിലേക്ക് നമ്മൾ പോകും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവഹിതത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും ദുരാഗ്രഹങ്ങളായിട്ട് പോകത്തില്ല. എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ഹിതം, എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് എന്നിൽ നടക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും, നമുക്കുണ്ടാകും. അപ്പോൾ ആ ഒരു ആഗ്രഹത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കൊരു പുണ്യം കിട്ടും. സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. സമാധാനം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ എപ്പോഴും അടിയും വഴക്കും മേളവും മാത്രമായിരിക്കും. നമുക്ക് ഇത് ചെയ്താൽ ശരിയാകത്തില്ല, പിന്നെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് ഓടും, പ്രശ്നങ്ങളായിരിക്കും. ദൈവത്തിൻ്റെ ഹിതമായിട്ട് അതിനെ സ്വീകരിക്കുക എന്നുള്ളത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളെ മാറ്റാനായിട്ട് ഈ ആഗ്രഹത്തിന് സാധിക്കും. തടസ്സങ്ങളെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളെ മാറ്റാൻ പല ആഗ്രഹങ്ങൾക്കും പറ്റും. അതിൽ ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പരമപ്രധാനമായിട്ടൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്തിനു വേണ്ടി? എൻ്റെ ദൈവത്തിന് വേണ്ടി പരമപ്രധാനമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആഗ്രഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയുണ്ട്. 2 ദിനവൃത്താന്തം 26-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരാളെ കാണും. 2 ദിനവൃത്താന്തം 26, 25 2 ദിനവൃത്താന്തം. അവിടെ ഒരു രാജാവിൻ്റെ പേര് പറയുന്നുണ്ട്. ആരാ?
ഉസിയ അല്ലേ? ഉസിയ ആരാണ്? ഉസിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമസിയായുടെ അല്ലേ, അമസിയായാണ് ഉസിയായുടെ അല്ലേ പിതാവ്. 16-ാമത്തെ വയസ്സിൽ രാജാവായിട്ടുള്ള ആളാണ്. 16-ാമത്തെ വയസ്സിൽ ഒരു രാജ്യത്തിൻ്റെ രാജാവായിട്ടുള്ള ആളാണ്. ഇയാളെ കുറിച്ച് ഇങ്ങനെ ഇതിൻ്റെ പുറകോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഏകദേശം 3,07,500 പടയാളികൾ ഉണ്ടായിരുന്ന ഒരു 16 വയസ്സുകാരനായ രാജാവ്. 3,07,500 പടയാളികൾ ഉണ്ടായിരുന്ന ഒരു 16 വയസ്സുകാരനായ രാജാവ്. ഇദ്ദേഹത്തെ എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫിലിസ്തീർക്കെതിരെയായിട്ടുള്ള യുദ്ധത്തിൽ ഈ 16 വയസ്സുള്ള രാജാവിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഫിലിസ്തീർക്കെതിരെയുള്ള യുദ്ധത്തിൽ ഇദ്ദേഹം യുദ്ധത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും വളരെ ഭംഗിയായിട്ട് ക്രമീകരിക്കുന്ന ഒരു നല്ല രാജാവായിരുന്നു, നല്ല രാജാവ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഇയാൾക്കൊരു കുഴപ്പമുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഈ കുറച്ച് നിങ്ങൾ മുന്നോട്ട് വായിച്ചു പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനൊരു വാക്യം കാണും: ദൈവം അത്ഭുതകരമാവിധം സഹായിച്ചതിനാൽ അവൻ പ്രാബല്യം നേടി. അത് എത്രാമത്തെ വാക്യം ചോദിച്ചിട്ടുണ്ട്? 14-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം. ദൈവം അത്ഭുതകരമായ വിധത്തിൽ സഹായിച്ചതിനാൽ അവൻ എന്നാ നേടി? പ്രാബല്യം നേടി. ആ ജനങ്ങളുടെ ഇടയ്ക്ക് ഇവനൊരു വലിയ പ്രാബല്യം കിട്ടി. ചുമ്മാ നിസാരക്കാരനായിട്ടുള്ളൊരു 16 വയസ്സുകാരനല്ല. ദൈവം സഹായിച്ചപ്പോൾ എന്നാ കിട്ടി? പ്രാബല്യം കിട്ടി. എന്നിട്ട് ഇയാളൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇയാൾക്ക് അല്പം ഒരു അഹങ്കാരം കയറി. ഞാൻ അല്പം വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ അഹങ്കാരം കഴിഞ്ഞിട്ട് ഇയാൾ എന്നാ ചെയ്തു? ഇയാൾ പുരോഹിതന്മാരാണ് സാധാരണ ധൂപിക്കുക. ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് അയാൾ ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ അരികിലേക്ക് പോയിട്ട് ധൂപിക്കാൻ വേണ്ടി ധൂപിച്ചു കഴിയുമ്പോഴത്തേക്കും പുരോഹിതനും പറയുന്നുണ്ട്, നിങ്ങളല്ല ധൂപിക്കേണ്ടത്, പുരോഹിതരാണ് ധൂപിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ വെച്ച് തന്നെ ഇദ്ദേഹം അവരോട് കയർക്കുന്നു. പുരോഹിതന്മാരോട് കയർക്കുന്ന ഇദ്ദേഹത്തിന് ആ നിമിഷം തന്നെ ഇദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെടുക. അങ്ങനെയാണ് ഇദ്ദേഹം രാജസന്നിധിയിൽ നിന്നൊക്കെ മാറ്റപ്പെടുക. കുഷ്ഠരോഗം പിടിപെടുന്ന ഒരു രാജാവ്. പക്ഷേ ഇതിനു മുന്നേ നമ്മൾ വായിക്കുന്ന ഒരു ഈ ഉസിയയെക്കുറിച്ച് വായിക്കുന്ന സുന്ദരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. എന്നിട്ട് ഇങ്ങനെ കൂടെ എഴുതും: കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവൻ എന്നാ കൊടുത്തു? ഐശ്വര്യം കൊടുത്തു. ദൈവമേ, അപ്പോൾ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഗ്രഹത്തിന് പുറത്തേ കർത്താവിനെ അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ആഗ്രഹം കർത്താവിന് വേണ്ടി തന്നെ ആയപ്പോൾ കർത്താവ് അവനൊരു സാധനം കൊടുത്തു, ഒരു ഗിഫ്റ്റ് കൊടുത്തു. അവന് വലിയ പ്രതിഫലം കൊടുത്തു. എപ്പോൾ അവൻ കർത്താവിനെ അന്വേഷിക്കുന്നതിൽ നിന്ന് അവൻ്റെ ആഗ്രഹം ഡീവിയേറ്റ് ചെയ്ത് പോയോ, അവൻ എപ്പോൾ അഹങ്കാരം കയറിയോ, അവൻ എപ്പോൾ ദുരാഗ്രഹങ്ങൾ ഉണ്ടായോ, അപ്പോൾ എന്നാ സംഭവിച്ചു? അവൻ്റെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. പ്രിയമുള്ളവരെ, ഈശോയിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോൾ ചിന്തിക്കണം. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയായിരുന്നു അവൻ്റെ ഭക്ഷണം. പിതാവ് പറഞ്ഞത് പാനപാത്രം കുടിക്കുകയായിരുന്നു അവൻ്റെ ഇഷ്ടം. അപ്പം ഈ ഭക്ഷണവും പാനപാത്രവും ഒക്കെ ആയിരുന്നു പിതാവിൻ്റെ ഭക്ഷണത്തെ, പിതാവിൻ്റെ പാനപാത്രത്തെ സ്വീകരിക്കുകയായിരുന്നു ഈശോയുടെ ഹിതം. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന കയ്പുകളെ, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ, പോരായ്മകളെയൊക്കെ സ്വീകരിക്കാനായിട്ട് നമുക്കൊരു മനസ്സുണ്ടാകണം. ഇങ്ങനെ ഈ ദൈവഹിതത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ 3 കൃപകൾ നമ്മുടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹത്തെ നമ്മുടെ ആഗ്രഹവുമായിട്ടൊന്ന് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 3 കൃപകൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. അതിനുള്ള ആദ്യത്തെ തിരുവചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 31 എടുത്ത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 31. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 31. ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കും. ഇഷ്ടം പ്രവർത്തിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്. നീ എത്രമാത്രം പാപിയാണോ, നീ എത്രമാത്രം ബലഹീനനാണോ, എത്രമാത്രം പോരായ്മയുള്ളവനാണെങ്കിൽ ഒന്നും, വാട്ടെവർ യു ആർ, അവിടെ ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം നീ എന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു, അന്ന് നിനക്കൊരു സംഭവം കിട്ടും. ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കും.
പ്രാർത്ഥന കേൾക്കും. ഇത് തിരുവചന, ഞാൻ പറഞ്ഞു വെച്ചേക്കുന്നതല്ല. യോഹന്നാന്റെ സുവിശേഷം 9:31 പറയുന്ന കാര്യമാണ്. നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളതാണ് അവിടുന്ന് നിനക്ക് തരുന്ന ആദ്യത്തെ ഒരു ഓഫർ. ഇനി അടുത്തത് മത്തായി സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 21 വായിച്ചേ. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവന് സ്വർഗരാജ്യത്ത് പ്രവേശിക്കും. അല്ലേ, സ്വർഗരാജ്യത്ത് പ്രവേശിക്കും. അങ്ങനെയല്ലേ? 7:21 സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നല്ലേ? അല്ലേ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. നമുക്ക് തരുന്ന രണ്ടാമത്തെ ആഗ്രഹത്തെ, ഈശോയുടെ ആഗ്രഹത്തെ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹത്തെ ഈശോയുടെ ആഗ്രഹമായിട്ട് തുലനം ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നിനക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം, ആദ്യത്തെ അനുഗ്രഹം പ്രാർത്ഥന കേൾക്കും, 2 എന്നെ സ്വർഗരാജ്യത്തിലേക്ക് കയറ്റും, എനിക്ക് സ്വർഗരാജ്യം ലഭിക്കും. ഇനി മൂന്നാമതൊരു അനുഗ്രഹം കൂടെ കിട്ടുന്നുണ്ട്. മത്തായി സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം. അവൻ എനിക്ക് സഹോദരനും, അത് നമ്മൾ വായിച്ചു കേട്ടതാ, സഹോദരനായിരിക്കും, അമ്മയായിരിക്കും. അല്ലേ, എനിക്ക് സഹോദരനും അമ്മയും പിതാവൊക്കെ ആയിരിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. ഇങ്ങനെ 3 അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾക്കും 2 സ്വർഗരാജ്യം കിട്ടും, 3 എൻ്റെ സഹോദരനും അമ്മയും ഒക്കെ ആയിരിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. ഇനി ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഈ 3 കൃപകളെയും കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ടൊരു ബൈബിൾ ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഇത് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണും. അല്ലേ, ശബദി പുത്രന്മാർ, അല്ലേ, 2 മറുകട കുട്ടികളെയൊക്കെ കൊണ്ട്, അല്ലേ, 2 കടാകടിയന്മാരെ കൊണ്ട് ഒരമ്മച്ചി അങ്ങ് ചെന്നിട്ട് ചോദിക്കും, അല്ലേ, ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ആഗ്രഹം പറയും. അപ്പോൾ ഈശോ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ലേ, എൻ്റെ ആഗ്രഹം പറഞ്ഞു. ഇപ്പോൾ ഈശോ ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈശോ ചോദിക്കുക. ഇനി ഈ ആഗ്രഹത്തെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാനായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 46-ൽ നമ്മൾ ഒരാളെ കാണുന്നുണ്ട്. അയാളുടെ പേരെന്നാ? തിമയൂസ്. അല്ലേ, തിമയൂസിൻ്റെ പുത്രൻ ബർത്തമയൂസ്. അല്ലേ, ഒരു അന്ധയാചകന. അല്ലേ, 10-ാം അധ്യായത്തിൻ്റെ 46 നോക്കി. ബർത്തമയൂസ് എന്ന അന്ധയാചകൻ. അല്ലേ, ഇയാളുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ. ഇദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലേ, ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താ? ഇദ്ദേഹത്തിൻ്റെ കണ്ണ് ഒന്ന് തുറക്കണം. അല്ലേ, ഒന്ന് സുഖമാക്കി കിട്ടണം. ഒരു പാവപ്പെട്ട മനുഷ്യന് വഴി കടന്നപ്പോഴത്തേക്കും ഈശോയിലെ കൂടെ പോകുന്നുണ്ടെന്ന് കേട്ടു. ഇയാൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്താ? ഓർക്കണം, ഈ അന്ധനായിട്ടൊക്കെ ജനിക്കുക എന്നുള്ളത് എന്തോ വലിയൊരു പാപത്തിൻ്റെ പ്രതിഫലനമാണെന്നൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിക്കുക. ബർത്തമയൂസ് എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്, വളരെ ബുദ്ധിമുട്ടോട് കൂടി പോയി കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈശോ പോകുന്നുണ്ടെന്ന് കേട്ടപ്പോഴത്തേക്കും ഇദ്ദേഹം ആദ്യം വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാ പറയുന്നേ? യേശുവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചു. ഇതൊരു പ്രാർത്ഥനയാണ്. അയാൾ നിലവിളിച്ചു എന്നൊക്കെയാണ് ബൈബിളിൽ കാണുക. പ്രിയമുള്ളവരെ, ഇത് ഒരു പ്രാർത്ഥനയാണ്. അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിസ്സഹായ അവസ്ഥയിൽ ഈശോയോട് അയാൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പം ഈ പ്രാർത്ഥന എന്ത് ചെയ്തു? ആര് ശ്രവിച്ചു? ദൈവം ശ്രവിച്ചതിന് ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു വചനമുണ്ട്, ഒരു വാക്കുണ്ട്, ചെറിയൊരു വാക്കാണ്. യേശു അവനെ വിളിച്ചു. അതിനകത്തുണ്ട്, ബൈബിളിലുണ്ട്. യേശു അവനെ വിളിച്ചു എന്ന് എഴുതിയേക്കുക. പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് അവനെ കയറ്റിയെന്ന് അതിനർത്ഥം. യേശുവിൻ്റെ അടുത്തേക്ക് ഒരു വ്യക്തി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ സ്വർഗത്തിലേക്ക് കയറ്റുക എന്നുള്ള അതിനർത്ഥം. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, വീണ്ടും വചനം ഇങ്ങനെ വായിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്ന യേശു പറയുക. അതുകൊണ്ട് നീ പോവാ, നീ ധൈര്യമായിട്ട് പൊക്കോളുക, വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പം അവിടെ വേറൊരു കാര്യം കൂടെ, എന്നിട്ട് നമ്മൾ കാണും, വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ടവൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അവനെ അനുഗമിച്ചു. പ്രിയമുള്ളവരെ, അപ്പം ആരാണ് അനുഗമിക്കുക? ഒരു ഈശോയെ ഒരു സഹോദരനായിട്ട് കണ്ട്, ഈശോയെ രക്ഷകനായിട്ട് കണ്ട്, ഒരു സഹോദരനെ പോലെ ഈശോനെ ചേർത്ത് നിർത്തി നമ്മളോട് പൊക്കോളാൻ പറയുക. അവനെ ഈശോ എന്നാ ചെയ്തു? അനുഗമിച്ചു. അപ്പം ഈ 3 കാര്യങ്ങൾ ഈ ബർത്തിമയൂസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിനെ പരിശോധിക്കാനുള്ള അളവുകോല, ഒരു വ്യക്തിയുടെ ഉള്ള് എന്താണെന്ന് അറിയാനുള്ള അളവുകോല നമ്മുടെ ആഗ്രഹം. 2, നമ്മുടെ ആഗ്രഹം ആത്മീയതയെ അറിയാനായിട്ടുള്ള ഒരു വഴിയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുക. പിന്നെ അവസാനമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധിയെ പരിശോധിക്കാനായിട്ടുള്ള മാർഗ്ഗം.
ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആഗ്രഹങ്ങളെയൊക്കെ അനുഗ്രഹമാക്കി തീർക്കാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ആഗ്രഹത്തെ അനുഗ്രഹമാക്കി തീർക്കണം. 1, ആഗ്രഹം പല തടസ്സങ്ങളെ മാറ്റും. 2, അത് ആഗ്രഹത്തെ അനുഗ്രഹമാക്കി തീർക്കാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ബൈബിളിൽ നമ്മൾ കാണുക 1 രാജാക്കന്മാരുടെ പുസ്തകം 3:5, 3-ാം അധ്യായത്തിൻ്റെ 5. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5. അവിടെ ആരാ കാണുക? ഒരു നല്ലൊരു രാജാവിനെ കാണുക. ദാവീദ് കഴിഞ്ഞിട്ട് ദൈവം ഒത്തിരി സ്നേഹത്തോടെ തിരഞ്ഞെടുക്കുന്ന ഒരു രാജാവിനെ കാണുന്നുണ്ട്. ദാവീദിന് ശേഷം സോളമൻ, അല്ലേ? സോളമൻ എന്ന് പറഞ്ഞ രാജാവ്. ഈ സോളമനോട് ദൈവം ചോദിക്കുക, നിനക്ക് എന്നാ വേണം? അല്ലേ, നിനക്ക് എന്താ ആഗ്രഹം? നിനക്ക് എന്നാ വേണം? ഈ രാജ്യം ഭരിക്കാൻ പോകുന്നതിന് മുമ്പ് നിനക്ക് എന്നാ വേണം? അവൻ്റെ ആഗ്രഹത്തെ ചോദിക്കുക. അപ്പോൾ സോളമൻ പറയും, സോളമൻ ബുദ്ധിമാനായിരുന്നു. സോളമൻ പറയും, ഇവന്മാരെല്ലാം പല വിധത്തിലുള്ളവന്മാരാണ്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും, ഒരുത്തിനെ ഇവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് പോവും, ഇത് ചെയ്യാൻ പറഞ്ഞാൽ വേറൊരു കാര്യം പോയി ചെയ്യും. ഇങ്ങനെ ഉള്ളവന്മാരെല്ലാം ഇവിടെ ഉള്ളവന്മാരെല്ലാം. അപ്പോൾ സോളമൻ എന്നാ പറയും? എനിക്ക് ഇവരെ ഭരിക്കാനായിട്ടുള്ള എന്നാ വേണം? വിവേകം വേണം, ജ്ഞാനം വേണം. സോളമൻ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു. ദൈവത്തിന് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ദൈവം സോളമൻ എന്നാ കൊടുക്കും? വലിയൊരു ജ്ഞാനം കൊടുക്കും. ഒരു ജനത്തെ ഭരിക്കാനുള്ള വലിയ വിവേകം സോളമന് കൊടുക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആഗ്രഹത്തെ എന്ത് ചെയ്തു? അവൻ അനുഗ്രഹമാക്കി മാറ്റി. പ്രിയമുള്ളവരെ, നമ്മുടെ പല ആഗ്രഹങ്ങളും നിങ്ങൾ നോക്കിയേ, ഈ ലോകത്ത് ഭൂമിയിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകുന്ന, അല്ലേ, നിത്യതയിലേക്ക് ഈ ആഗ്രഹങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ ചോദിക്കും, നിത്യതയിലേക്ക് ഈ ആഗ്രഹങ്ങളൊന്നും കൊണ്ടുപോകല്ലാത്തതുകൊണ്ട് പല ആഗ്രഹങ്ങളും ഇവിടെ വച്ചങ്ങ് നിറവേറ്റണ്ടേച്ചാ? അല്ല, ചില ആഗ്രഹങ്ങളൊന്നും നിറവേറ്റേണ്ട ആഗ്രഹങ്ങളല്ല. നമ്മൾ ദൈവത്തിൻ്റെ ആഗ്രഹത്തെ അന്വേഷിക്കുകയാണെങ്കിൽ പല ആഗ്രഹങ്ങളും ഇവിടെയൊക്കെ നമ്മൾ വിട്ടിട്ട് പോകേണ്ട ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് മെച്ചപ്പെട്ടതായിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് അങ്ങയുടെ ആഗ്രഹം? അത് ചോദിച്ച് നമ്മൾ വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് പരിശ്രമിക്കണം. പ്രിയുള്ള, അങ്ങനെ ദൈവമേ നിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് വളർന്നവരെ സഭ വിളിക്കുന്ന പേര് വിശുദ്ധർ, അല്ലേ? അൽഫോൻസ് സാമയെ നോക്കിയേ, ചാവറ പിതാവിനെ നോക്കിയേ, നിങ്ങൾ ആരെ വേണം, ഫ്രാൻസിസ് അസീസിയെ അല്ലെങ്കിൽ ഫ്രാൻസിസ് സേവിയർ, ആരെ വേണം എടുത്തു. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ ചോദിച്ചിട്ട് അത് അവിടെ വിശുദ്ധിയിൽ വളർന്നവരാണ് ഓരോ വിശുദ്ധരും. അതുകൊണ്ട് ആഗ്രഹത്തെ അനുഗ്രഹമാക്കി മാറ്റുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ആഗ്രഹമൊക്കെ ആരുടെ? നമ്മുടെ. അത് അനുഗ്രഹമാകണമെങ്കിൽ ആര് ചെയ്യണം? ദൈവം അത് അനുഗ്രഹമാക്കണം. ദൈവം തൊട്ട് അത് അനുഗ്രഹമാവും. അതുകൊണ്ട് ആഗ്രഹം നിങ്ങളുടേതാണ്, പക്ഷേ അനുഗ്രഹം തരുന്ന വേറൊരാളാണെന്നൊരു ചിന്ത നമുക്കിപ്പോഴും ഉണ്ടാകണം. അനുഗ്രഹം തരുന്നത് വേറൊരാളാണ്. അതുകൊണ്ട് എപ്പോഴും എൻ്റെ ഈ ആഗ്രഹത്തെ ദൈവത്തിൻ്റെ ഹിതത്തോടൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് എപ്പോഴും ഒന്ന് തുലനം ചെയ്യണം. ഇത് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ ഒരു നല്ല സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി പോവാം, നല്ലതാണോ? ദൈവത്തിൻ്റെ ആഗ്രഹമാണോ എന്ന് ചോദിച്ചറിയണം. പ്രാർത്ഥിക്കണം കുറച്ച് നേരമൊക്കെ. അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് പോവാം, ഇപ്പം നന്നായിട്ടൊക്കെ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്, എന്നിരുന്നാലും ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണോ അതങ്ങ് നിറവേറട്ടെ, നന്നായിട്ട് പോയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. അല്ലെങ്കിൽ ഓരോ കാര്യത്തിലും നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യത്തിലും ഇങ്ങനെയൊരു ദൈവത്തിൻ്റെ ആഗ്രഹത്തെ കൊണ്ട് നമ്മൾ പോകണം. ദൈവത്തിൻ്റെ ആഗ്രഹത്തെ, അല്ലെങ്കിൽ ഒരു കട തുടങ്ങാൻ പോവുക, എന്തായാലും എന്ത് ഒരു കാര്യം ചെയ്താലും എന്തിനും ഒരു ദൈവത്തിൻ്റെ ആഗ്രഹത്തെ ഹിതത്തെ ഒന്ന് തുലനം ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ചോദിക്കാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, അസീസിയിലെ വിശുദ്ധ ക്ലാര നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് നമ്മളായിട്ട് തീരും. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നമ്മളായിട്ട് തീരും. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ രൂപപ്പെടുത്തും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മളെ രൂപപ്പെടുത്തുക. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് നമ്മളായിട്ട് തീരത്തുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്നതേ നമ്മളെ രൂപപ്പെടുത്തത്തുള്ളൂ. അതുകൊണ്ട് വളരെ കുലീനമായിട്ട് ആഗ്രഹിക്കാനായിട്ട് പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു സ്ത്രീയെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അമ്മമാർക്കറിയാം, ഈ പ്രസവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അവിടെ കൈ അടിച്ചുകൊണ്ട് പാട്ടും പാടിക്കൊണ്ടല്ല ഒരു അമ്മയും പോയി പ്രസവിക്കാൻ പോവുക. വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പം ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്ക് അമ്മ ആ ഒരു പെയിനെ നമ്മൾ പതിയെ മറികടക്കും, അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നല്ല ആഗ്രഹങ്ങളായിട്ടാണ് പോവുക. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ പലപ്പോഴൊക്കെ ദുരാഗ്രഹങ്ങളായിട്ട് മാറാറുണ്ട്. പ്രിയമുള്ളവരെ, ഇപ്പം അമ്മയ്ക്കൊരു കുഞ്ഞുണ്ടായപ്പോഴത്തേക്ക് ആ വലിയ വേദന മാറി. ഈ കുഞ്ഞിനെ കണ്ടുകൊണ്ടൊക്കെ ഈ വേദനയൊക്കെ മാറി, കുഞ്ഞിന് വേണ്ടിയിട്ട് പിന്നെ ജീവിക്കാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ ഈ ദുരാഗ്രഹങ്ങളാകുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യണം. ഈ ആഗ്രഹത്തെ അതിലും വലിയ ഒരു ചിന്ത കൊണ്ട് നമ്മൾ ഈ ആഗ്രഹത്തെ ഒന്ന് മറികടക്കാനായിട്ട് നോക്കണം. അതിലും വലിയൊരാഗ്രഹത്തെ, അത് ദൈവത്തിൻ്റെ, അവിടെയാണ് നമുക്കിതിനെ മറികടക്കാനായിട്ട് പറ്റത്തുള്ളൂ. പല ആഗ്രഹങ്ങളെയും
അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അല്പം മദ്യപിക്കണം എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം, ഇങ്ങനെ പല പല ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മൾ, അല്ലേ? പല പല മേഖലകളിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഫോൺ കുറേ നേരം ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് തന്നെ കുറേ പൊസസീവ്നെസ് ഉള്ളവരാണ് നമ്മൾ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ആ ആഗ്രഹത്തെ അതിലും വലിയൊരു കാര്യത്തിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ നമ്മുടെ ചിന്തകളെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ആഗ്രഹത്തെ വിശുദ്ധീകരിക്കപ്പെടും. നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ ഒന്ന് കുറച്ചുകൂടെ മനോഹരമാക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പം അപ്പോസ്തല പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ ഈ ആഗ്രഹത്തേക്ക് ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് പോയി ഏലീഷായൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പത്രോസിനെ കാണുന്നുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ഇപ്പം നമ്മൾക്ക് എല്ലാം അറിവാണ് ലഭിച്ചിരിക്കുന്നത്. ഈ അറിവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് അനുഭവമാക്കണം. അനുഭവമാക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ആ അറിവിനെ അനുഭവമാക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.